ഇന്നത്തെ സമഗ്ര റിപ്പോർട്ടുകളുമായി 1 PM ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ SIT അന്വേഷണത്തിൽ തൃപ്തി അറിയിച്ച ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് അന്വേഷണം പൂർത്തിയാക്കാൻ 6 ആഴ്ച കൂടി സമയം നീട്ടി നൽകി. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്ക് പകരം പുതിയ 2 പേരെ ഉൾപ്പെടുത്താൻ കോടതി അനുമതി നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ സംശയനിഴലിൽ നിർത്തുന്നതായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ പരാമർശങ്ങൾ. രാഷ്ട്രീയമായും SIT ആക്രമിക്കപ്പെട്ടു. എന്നാൽ SIT രൂപീകരിച്ച ദേവസ്വം ബെഞ്ചിന് വ്യത്യസ്ത നിലപാടാണുള്ളത്. അന്വേഷണത്തിൽ തൃപ്തിയെന്ന ദേവസ്വം ബെഞ്ച്. അന്വേഷണം പൂർത്തിയാക്കാൻ ജനുവരി 17 വരെയാണ് നേരത്തെ അനുവദിച്ച സമയം. ഇത് 6 ആഴ്ചത്തേക്ക് കൂടി നീട്ടി നൽകിയിട്ടുണ്ട്. SIT ആവശ്യപ്രകാരമാണ് സമയം നീട്ടിയത്. സംഘത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്താനും SP-ക്ക് അനുമതിയുണ്ട്. കേസ് ഈ മാസം 19-ന് വീണ്ടും പരിഗണിക്കുമ്പോൾ SIT 4ാമത്തെ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കും. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ KP ശങ്കർദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരാമർശം കണക്കിലെടുക്കേണ്ടെന്ന് സുപ്രീം കോടതി. കേസിന്റെ മെറിറ്റ് കണക്കാക്കി സെഷൻസ് കോടതിക്ക് തീരുമാനമെടുക്കാം. തനിക്കെതിരായ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരാമർശങ്ങൾ നീക്കണമെന്ന KP ശങ്കർദാസിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രക്ഷോഭം ശക്തമാക്കാൻ കോൺഗ്രസ് ഈ മാസം 20-ന് നിയമസഭാ മാർച്ച് നടത്തും. ശബരിമല സ്വർണ്ണക്കൊള്ള, തൊഴിലുറപ്പ് പദ്ധതി എന്നീ വിഷയങ്ങളിൽ തിരുവനന്തപുരത്ത് രാപ്പകൽ സമരം നടത്തും. പുതിയ തൊഴിലുറപ്പ് നിയമത്തിനെതിരായി കൊച്ചിയിൽ നടക്കുന്ന പ്രക്ഷോഭത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പങ്കെടുക്കും. സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. ഇനിയും ശബരിമലയിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ട വസ്തുതകളെ സംബന്ധിച്ച് ഇനിയും അന്വേഷണം ആവശ്യമാണ്. സ്വർണം എവിടെ പോയി? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സ്വർണം എവിടെ? തൊണ്ടി മുതൽ എവിടെ? ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമായില്ലല്ലോ. ഇപ്പം അന്വേഷണം ത്വരിതപ്പെടുത്തണം, ശക്തമാക്കണം. വൻ സ്രാവുകൾ രക്ഷപ്പെടാൻ സമ്മതിച്ചുകൂടാ. ഇവിടെ ഇപ്പോൾ ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കവചം തീർക്കുകയാണ്. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും ജാമ്യമില്ല. പ്രതികൾക്കെതിരായ കുറ്റം പ്രഥമദൃഷ്ട്യാ തെളിഞ്ഞെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു. കേസിലെ മറ്റ് 5 പ്രതികൾക്ക് കോടതി കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിന്റെയും ഷർജിൽ ഇമാമിന്റെയും പങ്ക് തെളിയിക്കുന്ന മതിയായ തെളിവുകൾ പ്രോസിക്യൂഷൻ സമർപ്പിച്ചിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി ഇരുവരുടെയും ജാമ്യം നിഷേധിച്ചത്. പ്രഥമദൃഷ്ട്യാ പ്രതികൾക്കെതിരെയുള്ള കുറ്റം തെളിഞ്ഞു. കലാപം പെട്ടെന്നുണ്ടായ ഒന്നല്ലെന്നും കൃത്യമായ ആസൂത്രണത്തോടെ നടന്ന ഒന്നാണെന്നും കോടതി നിരീക്ഷിച്ചു. പ്രതികൾക്കെതിരെയുള്ള ആരോപണങ്ങൾ ഗൗരവ സ്വഭാവമുള്ളത്. UAPA നിയമപ്രകാരമുള്ള ജാമ്യ വ്യവസ്ഥകൾ മറികടക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ലെന്നും കോടതി വിധിയിൽ പ്രസ്താവിച്ചു. ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനുമെതിരെ ഭീകരവാദ ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ നിലനിൽക്കുമെന്നും ജസ്റ്റിസ് അരവിന്ദ് കുമാർ. കുറ്റകൃത്യത്തിൽ വിശദ പരിശോധന നടത്തേണ്ടത് വിചാരണ കോടതിയെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. കേസിലെ മറ്റ് 5 പ്രതികളായ ഗൾഫിഷ ഫാത്തിമ, മീര ഹൈദർ, ഷിഫ ഉർ റഹ്മാൻ ഉൾപ്പെടെയുള്ളവർക്കാണ് ജാമ്യം അനുവദിച്ചത്. 12 കർശന വ്യവസ്ഥകളോടെയാണ് ജാമ്യം. വ്യവസ്ഥകൾ ലംഘിച്ചാൽ ജാമ്യം റദ്ദാക്കുമെന്നും ജാമ്യം നൽകുന്നത് കുറ്റകൃത്യത്തിന്റെ ഗൗരവം ഇല്ലാതാക്കില്ലെന്നും സുപ്രീം കോടതി. 2020-ൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ നടന്ന കലാപത്തിൽ ഗൂഢാലോചന നടത്തിയെന്ന കുറ്റം ചുമത്തിയാണ് ഡൽഹി പോലീസ് ഉമർ ഖാലിദിനെയും ഷർജിൽ ഇമാമിനെയും അറസ്റ്റ് ചെയ്ത് UAPA ചുമത്തിയത്. അച്യുതൻ, 24, ഡൽഹി. മേയർ സ്ഥാനം നൽകാത്തതിൽ നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൗൺസിലർ R. ശ്രീലേഖ. തന്നെ മേയറാക്കാമെന്ന് നേതൃത്വം വാഗ്ദാനം നൽകിയിരുന്നു. തീരുമാനം മാറിയത് അവസാന നിമിഷമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും R. ശ്രീലേഖ പറഞ്ഞു. BJP നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് R. ശ്രീലേഖ ഉന്നയിക്കുന്നത്. നേതൃത്വം വാക്കുപാലിച്ചില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് കൗൺസിലറാകാൻ വേണ്ടി മാത്രമല്ല, തന്നെ മേയറാക്കാമെന്നായിരുന്നു വാഗ്ദാനം. തെരഞ്ഞെടുപ്പിന്റെ മുഖം താനാണെന്നും എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കണമെന്നും നേതൃത്വം അറിയിച്ചു. എന്നാൽ അവസാന നിമിഷം തീരുമാനം മാറിയെന്നും R. ശ്രീലേഖ പറഞ്ഞത്. വെറും കൗൺസിലറായിട്ടല്ല മത്സരിപ്പിക്കുന്നത്, ഒരു BJP പാർട്ടിയുടെ മുഖമായിരിക്കും ഇപ്രാവശ്യം ഞാൻ, എല്ലാവരും വിജയിപ്പിച്ചെടുക്കണം, അതുപോലെ മേയറായിട്ട് പരിഗണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇലക്ഷൻ്റെ സമയത്തൊക്കെ അങ്ങനെ തന്നെ കേട്ടിരുന്നു. അതിനുശേഷം ഇങ്ങനെ മാറിയപ്പോൾ അതിനുള്ള കാരണം പാർട്ടിക്കുണ്ടായിരുന്നു എന്ന് തന്നെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. പാർട്ടി പറഞ്ഞാലും വട്ടിയൂർക്കാവിലോ മറ്റു മണ്ഡലങ്ങളിലോ മത്സരിക്കാൻ താനില്ലെന്നും R. ശ്രീലേഖ. പാർട്ടി ഇതുവരെ നിർദ്ദേശിച്ചിട്ടില്ല, എനിക്ക് താല്പര്യമില്ല.
എനിക്കിനിയിപ്പോൾ ഒരു മത്സരത്തിന് ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ല. ശ്രീലേഖയുടെ പ്രതികരണത്തിൽ മേയർ വി രാജേഷ് ഒഴിഞ്ഞുമാറി. അങ്ങനെ ചില വാർത്തകളൊന്നും പറയുന്നത് കേട്ടു. എൻ്റെ ശ്രദ്ധയിൽ അത് കാര്യമായിട്ട് വന്നിട്ടില്ല. ശ്രീലേഖയുടെ തുറന്നുപറച്ചിലിൽ BJP നേതൃത്വം ഇതുവരെയും പ്രതികരിക്കുവാൻ തയ്യാറായിട്ടില്ല. ശ്രീധർ, 24 തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് DCC KPCC സെക്രട്ടറി പുനഃസംഘടന വേണ്ടെന്ന കോൺഗ്രസ് നേതൃത്വത്തിൽ ധാരണ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തന മികവ് വിലയിരുത്തി പുനഃസംഘടന നടത്താമെന്നാണ് കോർ കമ്മിറ്റി രാഷ്ട്രീയകാര്യ സമിതി യോഗങ്ങളിലെ ധാരണ. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ ഉടൻ തുടങ്ങാനാണ് നീക്കം. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പാർട്ടി പുനഃസംഘടന വേണ്ടെന്ന് കോൺഗ്രസ് ധാരണയിലെത്തിയിരിക്കുന്നത്. പരിമിതികൾക്കിടയിലും മികച്ച വിജയം സമ്മാനിച്ച DCC അധ്യക്ഷന്മാരെ മാറ്റിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടാകുമെന്നും നേതൃത്വം കണക്കാക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നവരെ DCC അധ്യക്ഷന്മാരുടെ മാറ്റം ഉണ്ടാകില്ല. പുതിയ KPCC സെക്രട്ടറിമാരുടെ നിയമനവും തെരഞ്ഞെടുപ്പിന് ശേഷമേ ഉണ്ടാകൂ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലെ മികവ് വിലയിരുത്തിയാകും ഭാരവാഹിത്വത്തിലേക്ക് ഇനി നേതാക്കളെ പരിഗണിക്കുക. ഇക്കാര്യം കോർ കമ്മിറ്റിയിലും രാഷ്ട്രീയകാര്യ സമിതിയിലും നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു. ഈ മാസം 20-നകം ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കൽ ലക്ഷ്യമിട്ടുള്ള നടപടികളും കോൺഗ്രസിൽ ആരംഭിച്ചിട്ടുണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദൻ മിസ്ത്രി ഈ മാസം 12-13 തീയതികളിൽ കേരളത്തിലെത്തും. 13-14 വരുന്നിട്ടുള്ളതാണ് ഒരു പ്രാഥമിക വിവരം ലഭിച്ചിട്ടുള്ളത്. അവർ വന്ന് കേരളത്തിലെ നേതാക്കന്മാരുമായിട്ട് പ്രാഥമികമായ ചർച്ചകളായിരിക്കും ഒരുപക്ഷെ ആദ്യം ഉണ്ടാവുക. അതിനുശേഷം സ്ഥാനാർത്ഥി നിർണയത്തിന്റെ മറ്റു തലങ്ങളിലേക്ക് കടക്കും. സിറ്റിംഗ് MLA-മാർ അടങ്ങുന്ന പട്ടികയായിരിക്കും ആദ്യം പ്രഖ്യാപിക്കുക. നിലവിലുള്ള MLA-മാരിൽ സുൽത്താൻ ബത്തേരിയെ പ്രതിനിധീകരിക്കുന്ന IC ബാലകൃഷ്ണൻ, തൃപ്പൂണിത്തുറയെ പ്രതിനിധീകരിക്കുന്ന K ബാബു എന്നിവർക്ക് സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ല. പീഡന പരാതിയിൽപ്പെട്ട പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിക്ക് വീണ്ടും സീറ്റ് നൽകുന്ന കാര്യത്തിൽ തീരുമാനം വൈകാൻ സാധ്യതയുണ്ട്. പെരുമ്പാവൂർ കോതമംഗലം സീറ്റുകൾ വെച്ചുമാറുന്നത് കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുന്നതാണ് വൈകാൻ കാരണം. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം R. ശ്രീജിത്ത്, 24. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടന്ന് മുസ്ലിം ലീഗും. കൂടുതൽ സീറ്റിന് അർഹതയുണ്ട് എന്നാണ് ലീഗിന്റെ നിലപാട്. UDF-ൽ ഇക്കാര്യം ഉന്നയിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് പണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി കോഴിക്കോട്ട് ചേരുകയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കത്തിലാണ് മുസ്ലിം ലീഗ്. തെക്കൻ ജില്ലകളിലെ കൂടുതൽ സീറ്റ് ആവശ്യം, വിജയസാധ്യത പരിഗണിച്ച് സീറ്റുകൾ വെച്ചുമാറൽ, മുന്നണി വിപുലീകരണം, 3 ടേം വ്യവസ്ഥ തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച് പ്രവർത്തക സമിതി ചർച്ച ചെയ്യും. ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അപ്പോൾ അതിലേക്കുള്ള മുന്നൊരുക്ക സംബന്ധമായുള്ള കാര്യങ്ങൾ അതിനൊക്കെ പാർട്ടിയെ സജ്ജമാക്കുക എന്നുള്ളതാണ്. SAR-ൻ്റെ വിഷയമുണ്ട്. അപ്പോൾ അതിൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം, അതായത് പരമാവധി വോട്ടുകൾ ചേർക്കാനുള്ള നടപടികൾ, അതുമായിട്ട് മുന്നോട്ട് പോവുക. ആശയപരമായി യോജിപ്പുള്ളവരുമായി മുന്നണി അടിത്തറ വികസിപ്പിക്കണം. സംസ്ഥാന പ്രസിഡന്റ് ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ലീഗിന് അർഹതയുണ്ട്. അതൊക്കെ മുന്നണിക്കകത്ത് സൗഹൃദ അന്തരീക്ഷത്തിൽ ചർച്ച ചെയ്ത് ഞങ്ങൾ തീരുമാനിക്കും. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും യോഗത്തിൽ ധാരണയാകും. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം തുടങ്ങി പ്രധാന നേതാക്കളും പ്രത്യേക ക്ഷണിതാക്കളും പ്രവർത്തക സമിതി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 24 കോഴിക്കോട്. CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഈ മാസം 15-ന് തിരുവനന്തപുരത്ത് ചേരും. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പായിരിക്കും യോഗത്തിന്റെ പ്രധാന അജണ്ട. തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാൻ പിണറായി വിജയനെ ചുമതലപ്പെടുത്തുന്ന തീരുമാനവും കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ യോഗങ്ങളിൽ ഉണ്ടാകും. MA ബേബി CPIM ജനറൽ സെക്രട്ടറി ആയ ശേഷം കേരളത്തിൽ നടക്കുന്ന ആദ്യത്തെ കേന്ദ്ര കമ്മിറ്റിയാണിത്. കേരളം, പശ്ചിമ ബംഗാൾ, അസം, പുതുച്ചേരി, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകളാണ് യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. പാർട്ടി 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായിരിക്കും പ്രാധാന്യം. അധികാരം നിലനിർത്തുക ലക്ഷ്യമിട്ടുള്ള ചർച്ചകളും തീരുമാനങ്ങളും 3 ദിവസം നീളുന്ന കേന്ദ്ര കമ്മിറ്റിയിലുണ്ടാകും. ഇടതുമുന്നണിയെ തെരഞ്ഞെടുപ്പിൽ ആര് നയിക്കുമെന്നത് സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനങ്ങളും യോഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. തുടർച്ചയായി 2 തവണ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തന്നെയായിരിക്കും മുന്നണിയെ നയിക്കുക എന്ന് ഏതാണ്ട് ഉറപ്പാണ്. 2 ടേം നിബന്ധനയുടെ കാര്യത്തിൽ ഇളവ് നൽകുന്നതിലും കേന്ദ്ര കമ്മിറ്റിയുടെ മാർഗനിർദ്ദേശമുണ്ടാകും. കോൺഗ്രസും UDF-ഉം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിച്ച സാഹചര്യത്തിൽ CPM സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കുന്നതിലും കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇടപെടൽ പ്രതീക്ഷിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം നേമത്ത് മത്സരിക്കാനില്ലെന്നോ ഉണ്ടെന്നോ സ്വന്തമായി പ്രഖ്യാപിക്കാൻ തനിക്ക് അവകാശമില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. നേമത്ത് LDF-ന് ശക്തനായ സ്ഥാനാർത്ഥിയുണ്ടാകും. മണ്ഡലം LDF നിലനിർത്തും. നേമത്തെ സ്ഥാനാർത്ഥിയെ പാർട്ടിയാണ് തീരുമാനിക്കുകയെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു.
അത് അല്ലാതെ നിയമത്തിൽ ഞാൻ മത്സരിക്കാനില്ല ഇല്ലെന്നോ ഉണ്ടെന്നോ സ്വന്തമായി പ്രഖ്യാപിക്കാനുള്ള അവകാശം സംഘടനാപരമായും പാർട്ടിപരമായും എനിക്കില്ല. അത് തെറ്റായ ഒരു വാർത്ത അത് പറഞ്ഞതാണ്. ഞാൻ വീണ്ടും അത് പിന്നെ എടുത്ത് ആ പറഞ്ഞ വാർത്ത ടെലിവിഷനിൽ വന്നത് റെക്കോർഡ് ചെയ്തെടുത്ത് നോക്കിയപ്പോൾ നേരിൽ കേൾക്കുമ്പോൾ അതിലൊരു പ്രശ്നം കാണുന്നില്ല. പക്ഷേ പിന്നെ നിയമമെന്ന് പറഞ്ഞ ശേഷം നിർത്തിയ ശേഷം പറഞ്ഞപ്പോൾ ഒരു കൺഫ്യൂഷൻ ആ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. പാർട്ടിയാണ് അതിൽ നിയമത്ത് മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. നിയമത്ത് മാത്രമല്ല, കേരളത്തിൽ LDFും CPMും മത്സരിക്കുന്ന ഏത് മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതും മത്സരിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നതും ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റിയും CPMന്റെ സംസ്ഥാന കമ്മിറ്റിയുമാണ് തീരുമാനിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ സീറ്റ് വേണ്ടെന്ന് BDJS. പൂഞ്ഞാറിന് പകരം കോട്ടയമോ കടുത്തുരുത്തിയോ ആവശ്യപ്പെടും. കഴിഞ്ഞ തവണ പൂഞ്ഞാറിൽ കടുത്ത പരാജയമാണ് BDJS നേരിട്ടത്. കഴിഞ്ഞ തവണ അപ്രതീക്ഷിതമായാണ് BDJSന് NDA പൂഞ്ഞാർ സീറ്റ് നൽകിയത്. ഏറ്റുമാനൂർ സീറ്റ് തുഷാർ വെള്ളാപ്പള്ളിക്ക് നൽകുമെന്ന ചർച്ചകളുണ്ടായെങ്കിലും അവസാനം പൂഞ്ഞാർ കൊണ്ട് തൃപ്തിപ്പെടുകയായിരുന്നു. പൂഞ്ഞാറിൽ മത്സരിച്ച KG സെൻ ദയനീയമായി പരാജയപ്പെട്ടു. വെറും 2965 വോട്ട് മാത്രമാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണ പൂഞ്ഞാർ വേണ്ട എന്ന നിലപാടാണ് ജില്ലാ നേതൃത്വത്തിന്. പൂഞ്ഞാറിന് പകരം ഇത്തവണ കോട്ടയവും കടുത്തുരുത്തിയും ആവശ്യപ്പെടാനാണ് തീരുമാനം. വൈക്കത്തും ഇത്തവണ BDJS മത്സരിക്കും. ഇക്കാര്യത്തിൽ മറ്റു ചർച്ചകൾ ഉണ്ടായിട്ടില്ല. അതേസമയം ഏറ്റുമാനൂർ സീറ്റിൽ ഇത്തവണയും BDJS മത്സരിച്ചേക്കില്ല. 24 കോട്ടയം. പുനർജനി പദ്ധതിയിൽ കൂടുതൽ പേർക്ക് കുരുക്കായി വിജിലൻസ് റിപ്പോർട്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശന് പുറമെ മണപ്പാട് ഫൗണ്ടേഷനും CEOയ്ക്കുമെതിരെ CBI അന്വേഷണം വേണമെന്നാണ് വിജിലൻസിന്റെ ശുപാർശ. വിജിലൻസ് റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്ന് മണപ്പാട് ഫൗണ്ടേഷൻ CEO അമീർ അഹമ്മദ് 24നോട് പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശനും മണപ്പാട്ട് ഫൗണ്ടേഷൻ CEO അമീർ അഹമ്മദും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് പ്രളയബാധിതരെ പുനരധിവസിപ്പിക്കാനെന്ന പേരിൽ വിദേശത്ത് പണം പിരിച്ച് കേരളത്തിലേക്ക് അയച്ചതെന്നായിരുന്നു വിജിലൻസിന് ലഭിച്ച പരാതി. 2018 മുതൽ 2022 വരെ പുനർജനി പദ്ധതിയുടെ കാലയളവിൽ മണപ്പാട്ട് ഫൗണ്ടേഷന്റെ FCRA അക്കൗണ്ടിലേക്ക് 1,22,23,152 രൂപ വന്നതായി വിജിലൻസ് കണ്ടെത്തി. മണപ്പാട്ട് ഫൗണ്ടേഷൻ ഇത്തരത്തിൽ വിദേശ ഫണ്ട് സ്വീകരിച്ചതിന്റെ രേഖകളോ റെക്കോർഡുകളോ സൂക്ഷിച്ചിട്ടില്ല എന്നും FCRA നിയമത്തിന്റെ റൂൾ 19ന്റെ ലംഘനമാണെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. മണപ്പാട്ട് ഫൗണ്ടേഷന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ വിവരങ്ങൾ പരിശോധിച്ചതിൽ അക്കൗണ്ടിലേക്ക് വന്ന പണവും അതിനായി നൽകിയ രേഖകളും തമ്മിൽ പൊരുത്തക്കേടുകളുള്ളതായി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇടപാടുകൾക്ക് കൃത്യമായ രേഖകളുണ്ടെന്നായിരുന്നു ചെയർമാൻ അമീർ അഹമ്മദിന്റെ പ്രതികരണം. 100% മണപ്പാട്ട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. 20,000 പൗണ്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഞങ്ങൾ 1.1 കോടി രൂപ അവിടെ എല്ലാതും ചെലവാക്കിയിട്ടുണ്ട്. അതിൽ 20,000 പൗണ്ട് എന്റെ കണക്ഷനിലൂടെ ഞങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. അതിൽ വന്നിട്ടുള്ള പണം അത് FCRA വന്നിരിക്കുന്നത്. ഞങ്ങൾ വേറെ രജിസ്റ്റേർഡ് ഏജൻസി ഇൻ FCRA. 1% വ്യത്യാസം ആരെങ്കിലും കാണിച്ചു തന്നാൽ ഐ എം റെഡി ടു ഡു എനിത്തിങ്. അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അത് അത്രമാത്രം സുതാര്യമാണ്. ഇതിലൊക്കെ വെറും പുകമറ സൃഷ്ടിക്കാന്നുള്ള ഇതിൽ ദർ ഇസ് അബ്സല്യൂട്ട്ലി നത്തിങ്. CBI അന്വേഷണ ശുപാർശയിൽ മുഖ്യമന്ത്രിയാണ് തീരുമാനമെടുക്കേണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. 24 തിരുവനന്തപുരം. ശബരിമലയിൽ നടന്നതുപോലെയുള്ള കൊള്ളയാണ് പുനർജനി പദ്ധതിയിലേതെന്ന് മന്ത്രി V ശിവൻകുട്ടി. 19 കോടി രൂപയുടെ വെട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാനാവില്ലെന്നും V ശിവൻകുട്ടി തൃശ്ശൂരിൽ പറഞ്ഞു. ശബരിമല നടന്നതിന് തുല്യമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്. അതിൽ ബന്ധപ്പെട്ടവർ ഭയപ്പെടേണ്ട കാര്യം എന്താ? ഞാനങ്ങ് ഒരുപാടങ്ങ് പേടിച്ചുപോയി എന്നെല്ലാം പറഞ്ഞാൽ അങ്ങനെയൊന്നും പറഞ്ഞ് തമാശ പറഞ്ഞ് ഇതിനെ ലളിതവൽക്കരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറേ കാലത്ത് കുറേ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പറ്റും. എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതിന് തെളിവാണ് ഈ കാര്യം ഇവിടെ തെളിയിച്ചിരിക്കുന്നത്. NSS നേതൃത്വത്തിനെതിരെ തുറന്നടിച്ചു പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ്. ഗവർണറായി ചുമതലയേൽക്കുന്നതിന് മുൻപ് മന്നം സമാധിയിൽ പുഷ്പാർച്ചനയ്ക്ക് അനുമതി നിഷേധിച്ചു എന്നാണ് ആരോപണം. പുഷ്പാർച്ചന നടത്തണമെന്ന് ആനന്ദബോസ് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് 24 NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പ്രതികരിച്ചു. അപ്പോൾ എനിക്ക് സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അവകാശമില്ലേ? നായർ സമുദായത്തിൽ പിറന്ന ഓരോരുത്തരും ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും മന്നത്താചാര്യ സമാധിയിൽ പോയി പുഷ്പാർച്ചന നടത്തേണ്ടതല്ലേ? നമ്മുടെ അവകാശമല്ലേ?
ഗവർണറാകും മുമ്പ് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ തന്നെ അനുവദിച്ചില്ലെന്നാണ് പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസിന്റെ ആരോപണം. NSS ആസ്ഥാനത്തെത്തിയ തന്നെ G സുകുമാരൻ നായർ സ്വീകരിച്ചു. എന്നാൽ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്ന കാര്യം സംസാരിച്ചില്ല. ഗേറ്റ് കീപ്പറെ കാണാനല്ല പെരുന്നയിൽ എത്തുന്നതെന്നും ഡോക്ടർ CV ആനന്ദബോസ്. എനിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടി NSSന്റെ ജനറൽ സെക്രട്ടറിയുമായി. ഞാൻ ഇവിടെ ചെന്നു. അദ്ദേഹം എന്റെ കാറിന്റെ അടുത്ത് വന്ന് കാറിന്റെ ഡോറൊക്കെ തുറന്ന് സ്വീകരിച്ചു. കാറിൽ കയറ്റി തിരികെ അയക്കുകയും ചെയ്തു. സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അവകാശമില്ലേ? ഞാൻ പിന്നെ വരുന്ന NSSൽ പോകുന്നത് പന്നത്താചാര്യന് ആദരവർപ്പിക്കാനാണ്. അതിനുള്ളൊരു അവസരം കിട്ടുന്നില്ലെന്ന് സങ്കടപൂർവ്വം പറയുകയാണ്. മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുകയെന്നത് എല്ലാ നായന്മാരുടെയും അവകാശമാണെന്നും ആരുടെയും കുത്തകാവകാശമല്ലെന്നും പറഞ്ഞ ഡോക്ടർ CV ആനന്ദബോസ് ഡൽഹിയിൽ മന്നം സ്മാരകം നിർമ്മിക്കാൻ തന്റെ 1 മാസത്തെ ശമ്പളം വാഗ്ദാനം ചെയ്തു. ആരോപണത്തിൽ G സുകുമാരൻ നായരുടെ പ്രതികരണം ഇങ്ങനെ: വെറുതെ എന്തോ അവിടെ പറഞ്ഞുണ്ടാക്കുന്ന അങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ല. ഏതായാലും ഞാൻ ഇത്രയും കാലമായല്ലോ ഇവിടെ ഇരിക്കുന്നത്. നേരിട്ട് വന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ പുഷ്പാർച്ചന നടത്താൻ അനുവദിക്കാതെ അതിൽ ഒരിക്കലും ഇരുന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് എന്തോ ഇതിന് ആലോചിക്കാതെ പറഞ്ഞ ഒരു വിഷയമാണ്. ആലോചിക്കാതെയാണ് CV ആനന്ദബോസിന്റെ പ്രതികരണമെന്നും സുകുമാരൻ നായർ പറഞ്ഞു. 24 കോട്ടയം, ഡൽഹി. ആലപ്പുഴ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസിന് പിന്നാലെ 2 രോഗികൾ മരിച്ച സംഭവത്തിൽ ആശുപത്രിക്കെതിരെ കേസെടുത്തു പോലീസ്. സൂപ്രണ്ടിനെയും ഡയാലിസിസ് സെന്ററിലെ ജീവനക്കാരെയും പ്രതി ചേർത്താണ് കേസ്. പുതിയ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് പോലീസ് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഡയാലിസിസിന് പിന്നാലെ മരിച്ച കായംകുളം സ്വദേശി രാമചന്ദ്രന്റെ ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് ഹരിപ്പാട് പോലീസ് കേസെടുത്തത്. അശ്രദ്ധ മൂലമുണ്ടായ മരണമെന്നാണ് FIR. ഡയാലിസിസ് സെന്ററിലെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ നിന്ന് അണുബാധയേറ്റു എന്നായിരുന്നു കുടുംബത്തിന്റെ പരാതി. ആശുപത്രി അധികൃതരെ പ്രതി ചേർത്തെടുത്ത കേസിൽ വിദഗ്ധ പരിശോധനയ്ക്കായി പുതിയ മെഡിക്കൽ ബോർഡിനെ നിയോഗിക്കണമെന്ന് പോലീസ് ജില്ലാ മെഡിക്കൽ ഓഫീസറോട് ആവശ്യപ്പെട്ടു. കേസെടുത്തതിൽ നമുക്ക് തൃപ്തികരമാണ്. നമുക്ക് നീതി ലഭിക്കുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. നമ്മൾ ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ അതിൻ്റെയുള്ള പേപ്പറുകളെല്ലാം കൊണ്ട് ഹാജരാക്കിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കോപ്പി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് എവിടം വരെ പോകുക അവിടെ എല്ലാം ഞങ്ങൾ പോകും. നമുക്ക് നീതി ലഭിക്കണം, അതേ ഉള്ളൂ. DMOയുടെ നേതൃത്വത്തിലും ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ നേതൃത്വത്തിലും അന്വേഷണം നിലവിൽ പുരോഗമിക്കുകയാണ്. മരണം അണുബാധ മൂലമാണെന്ന് രാമചന്ദ്രനെ ചികിത്സിച്ച സ്വകാര്യ ആശുപത്രിയും ആരോഗ്യവകുപ്പിന് റിപ്പോർട്ട് നൽകിയിരുന്നു. അണുബാധയുടെ ഉറവിടം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. താലൂക്ക് ആശുപത്രിയിലെ ഉപകരണങ്ങളും വെള്ളവും രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. സംഭവത്തിൽ നാളെ രമേശ് ചെന്നിത്തല MLA പ്രത്യേക യോഗം വിളിച്ചു. ആശുപത്രി അധികൃതരും മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുക്കും. 24 ആലപ്പുഴ. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയെ തുടർന്ന് ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിയ സംഭവത്തിൽ നഷ്ടപരിഹാരം തേടി ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ സുമയ്യ കോടതിയിലേക്ക്. വീഴ്ച സമ്മതിച്ചതല്ലാതെ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്ന് സുമയ്യ പറഞ്ഞു. 24 ആണ് സുമയ്യയുടെ ദുരവസ്ഥ പുറം ലോകത്തെ അറിയിച്ചത്. ശസ്ത്രക്രിയയിലുണ്ടായ പിഴവിൽ ഗൈഡ് വയർ ശരീരത്തിൽ കുടുങ്ങിയ സുമയ്യ നീതി തേടി നിയമ നടപടിക്ക്. ജോലിയും നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ട് സുമയ്യ കോടതിയെ സമീപിക്കും. വീഴ്ച സമ്മതിക്കുന്ന സർക്കാർ പക്ഷേ നീതി ഉറപ്പാക്കാൻ ഒന്നും ചെയ്തില്ലെന്നാണ് പരാതി. ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായില്ലെന്നും സുമയ്യ പറയുന്നു. എനിക്ക് ഈ സർജറി കഴിഞ്ഞിട്ടും ഇതുവരയ്ക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു ഇടപെടലും ഇതുവരയ്ക്കും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടിൽ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ട്. ഇതുവരയ്ക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു ഇടപെടലും ഇതുവരയ്ക്കും ഉണ്ടായിട്ടില്ല. താനിപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും സുമയ്യ. ഇടയ്ക്കിടയ്ക്ക് കാലിലിങ്ങനെ നീര് വരാറുണ്ട്, ശ്വാസം മുട്ടും ഒക്കെ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശസ്ത്രക്രിയ നടത്തി 50 സെന്റിമീറ്റർ നീളമുള്ള ഗൈഡ് വയർ പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. കോടതിയിൽ കുടുംബം നാളെ ഹർജി ഫയൽ ചെയ്യും. 24 തിരുവനന്തപുരം. വെനിസ്വേലയിലെ അട്ടിമറിക്ക് പിന്നാലെ കൂടുതൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലഹരി നിർമ്മാണവും കടത്തും തടയാൻ കൊളംബിയ, ക്യൂബ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിൽ സൈന്യത്തെ ഇറക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ അടിമകളായി കരുതുന്ന US നീക്കത്തിനെതിരെ ഒന്നിക്കണമെന്ന് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ആഹ്വാനം ചെയ്തു. വെനസ്വേലയിലെ അട്ടിമറിയിലും റാഞ്ചലിലും ഒന്നും അവസാനിപ്പിക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയ്ക്ക് ഭീഷണിയായ പ്രശ്നക്കാരായ അയൽക്കാർ എന്ന് വിശേഷിപ്പിച്ചാണ് ട്രംപിന്റെ ഭീഷണി. വെനസ്വേലയിലെ അമേരിക്കൻ അട്ടിമറിയെ 3 രാജ്യങ്ങളും ശക്തമായി അപലപിച്ചിരുന്നു. കൊളംബിയയെ നയിക്കുന്നത് കൊക്കൈൻ നിർമ്മാണം ഇഷ്ടപ്പെടുന്ന രോഗിയായ ഒരാളാണെന്നും
അയാൾ അത് അധികനാൾ ചെയ്യില്ലെന്നുമാണ് പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയ്ക്കെതിരെയുള്ള ട്രംപിന്റെ ഭീഷണി. ക്യൂബ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യമാണെന്നും ക്യൂബൻ ജനതയെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ്. മെക്സിക്കോ ഭരിക്കുന്നത് ലഹരി മാഫിയയാണെന്നും പ്രസിഡന്റ് ക്ലോഡിയ ഷീൻബോമിന് നിയന്ത്രണമില്ലെന്നുമാണ് ട്രംപിന്റെ വാദം. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ അടിമകളായി കാണുന്ന സമീപനത്തിനെതിരെ ഒന്നിക്കണമെന്ന് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ആഹ്വാനം ചെയ്തു. അമേരിക്കയെ ധിക്കരിക്കുന്നത് തുടർന്നാൽ നിക്കോളാസ് മദുറോയുടെ ഗതി വരുമെന്നാണ് ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസിന് ട്രംപിന്റെ മുന്നറിയിപ്പ്. അതേസമയം US സേന റാഞ്ചിയ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെയും ഭാര്യയെയും മാൻഹട്ടനിലെ ഫെഡറൽ കോടതിയിൽ ഹാജരാക്കും. അമേരിക്കൻ സൈനിക നടപടിയിൽ വെനസ്വേലയിൽ 32 ക്യൂബൻ പൗരന്മാർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. ക്യൂബയിൽ 2 ദിവസത്തെ ദുഃഖാചരണത്തിന് ആഹ്വാനമുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പ്രക്ഷോഭത്തിന് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഈ മാസം 20-ന് നിയമസഭാ മാർച്ച് നടത്തും. പുതിയ തൊഴിലുറപ്പ് നിയമത്തിനെതിരെ രാപ്പകൽ സമരം സംഘടിപ്പിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജയാഹ്ലാദ പരിപാടി മഹാപഞ്ചായത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. ആർ ശ്രീജിത്ത് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, എന്തൊക്കെയാണ് KPCC നേതൃത്വത്തിന്റെ പുതിയ തീരുമാനങ്ങൾ? തെരഞ്ഞെടുപ്പിന് മുൻപ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ വലിയ പ്രക്ഷോഭവും കോൺഗ്രസ് ആവിഷ്കരിക്കുന്നുണ്ടല്ലേ? വിജയകുമാർ, ബത്തേരിയിൽ നടക്കുന്ന ലക്ഷ്യ 2026 ലീഡർഷിപ്പ് സമ്മിറ്റിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അവതരിപ്പിച്ച കർമ്മ പരിപാടിയിലാണ്, ആക്ഷൻ പ്ലാനിലാണ് സർക്കാരിനെതിരായ പ്രക്ഷോഭങ്ങൾ ശക്തമാക്കാനുള്ള തീരുമാനം അറിയിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്ഷോഭം ജനുവരി 20-ന് നടത്തുന്ന നിയമസഭാ മാർച്ചാണ്. ജനുവരി 19-ന് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പ്രക്ഷോഭം കൊച്ചിയിലും തീരുമാനിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പരിപാടി മഹാപഞ്ചായത്താണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ വിജയാഹ്ലാദമാണ്. അവിടെ വിജയിച്ചവരും ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ സ്ഥാനമാനങ്ങൾ ലഭിച്ചവരും എല്ലാം പങ്കെടുക്കുന്ന ഒരു വിപുലമായ പരിപാടിയാണ് ജനുവരി 19-ന് കൊച്ചിയിൽ നടക്കുന്ന. ആ പരിപാടിയിലാണ് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നത്. ജനുവരി 20-ന് നിയമസഭയിലേക്കുള്ള മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വരുത്തിയ മാറ്റങ്ങൾ, മഹാത്മാഗാന്ധിയുടെ പേരൊഴിവാക്കി അടക്കമുള്ള കാര്യങ്ങളിൽ പ്രക്ഷോഭം ശക്തമാക്കാൻ തീരുമാനിച്ചു. തിരുവനന്തപുരത്ത് 13-14 തീയതികളിൽ രാപ്പകൽ സമരം നടത്താനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. തിരുവനന്തപുരത്ത് AG's ഓഫീസിൻ്റെ മുന്നിലായിരിക്കും ഈ രാപ്പകൽ സമരം. അങ്ങനെ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമര പരമ്പര തന്നെ സംഘടിപ്പിക്കാനുള്ള തീരുമാനമാണ് KPCC പ്രസിഡന്റ് ഇപ്പോൾ ആക്ഷൻ പ്ലാനിലൂടെ ഈ ലീഡർഷിപ്പ് സമ്മിറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. യെസ്, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജയാഹ്ലാദ പരിപാടി മഹാപഞ്ചായത്ത് എന്ന പേരിലാണ് സംഘടിപ്പിക്കുന്നത്. അത് കൊച്ചിയിലായിരിക്കും. രാഹുൽ ഗാന്ധിയും ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യും. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് സുൽത്താൻ ബത്തേരിയിൽ നിന്ന്. ഇനിയും ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. ഇതുവരെ 50,000-ത്തിലധികം പേർ മലച്ചവിട്ടി. മരക്കൂട്ടത്തും നടപ്പന്തലിലും നിയന്ത്രണങ്ങളോടെയാണ് ഭക്തരെ കടത്തിവിടുന്നത്. മകരവിളക്ക് കഴിയുന്നതുവരെ തിരക്ക് ക്രമാനുഗതമായി വർദ്ധിക്കാനാണ് സാധ്യത. ഈ മാസം 14-നാണ് മകരവിളക്ക്. മധ്യപ്രദേശിലെ ഇൻഡോറിൽ മലിനജലം കുടിച്ചുണ്ടായ ദുരന്തം പകർച്ചവ്യാധിയായി പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ. പുതുതായി 20 പേർക്ക് കൂടി രോഗം റിപ്പോർട്ട് ചെയ്തു. ദുരന്തത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ ഔദ്യോഗിക രേഖയിൽ പരാമർശിച്ചതിന് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനെ സസ്പെൻഡ് ചെയ്തു. ഇൻഡോറിൽ മലിനജലം കുടിച്ച് 6 മാസമായ കുഞ്ഞടക്കം 10 പേരാണ് മരിച്ചത്. കൂടുതൽ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് മലിനജല ദുരന്തത്തെ പകർച്ചവ്യാധിയായി മധ്യപ്രദേശ് സർക്കാർ പ്രഖ്യാപിച്ചത്. മലിനീകരണത്തിന്റെ ഉറവിടം ഒരു സ്ഥലത്ത് നിന്ന് തന്നെയാണോ എന്ന് കണ്ടെത്താൻ കേന്ദ്ര സംഘം പരിശോധനകൾ ആരംഭിച്ചു. 9,416 പേരെ ആരോഗ്യ സംഘങ്ങൾ പരിശോധിച്ചു. പുതുതായി 20 കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. 142 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 11 പേർ ICUവിൽ. നഗരത്തിലെ പ്രധാന ജലവിതരണ പൈപ്പിലുണ്ടായ ചോർച്ചയിലൂടെ ശുചിമുറിയിലെ മലിനജലം കുടിവെള്ളത്തിൽ കലർന്നതാണ് പ്രശ്നത്തിനിടയാക്കിയത്. E. coli, സാൽമോണല്ല തുടങ്ങി ഗുരുതരമായ ബാക്ടീരിയകളുടെ സാന്നിധ്യവും വെള്ളത്തിൽ കണ്ടെത്തിയിരുന്നു. പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ ഔദ്യോഗിക രേഖയിൽ പരാമർശിച്ചതിനെ തുടർന്ന് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനെ സസ്പെൻഡ് ചെയ്തു. കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ചാണ് നടപടി. 24 ഡൽഹി. 2020 ലോകകപ്പിൽ ഇന്ത്യയിൽ കളിക്കാനില്ല എന്ന ബംഗ്ലാദേശ് തീരുമാനം ICC അംഗീകരിച്ചേക്കില്ല എന്ന റിപ്പോർട്ടുകൾ. ടീമുകളുടെ യാത്രാക്രമീകരണത്തിലെ സങ്കീർണതയാണ് ICC തീരുമാനത്തിന് പിന്നിൽ. വേദിമാറ്റം അനുവദിക്കാനാവില്ല എന്ന നിലപാടിലാണ് BCCI.
BJPയുടെയും ഹിന്ദു സംഘടനകളുടെയും പ്രതിഷേധങ്ങൾക്ക് വഴങ്ങി BCCI മുസ്തഫിസുർ റഹ്മാനെ IPLൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെയാണ് 2020 ലോകകപ്പിൽ ഇന്ത്യയിൽ കളിക്കാനല്ലെന്ന കടുത്ത നിലപാടിലേക്ക് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് എത്തിയത്. താരങ്ങളുടെയും പരിശീലകരുടെയും ആരാധകരുടെയും സുരക്ഷയിൽ ആശങ്കയുണ്ടെന്നും മത്സരങ്ങൾ ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്നും ICCയോട് ആവശ്യപ്പെട്ടു. എന്നാൽ BCB ആവശ്യത്തോട് ജയ്ഷ അധ്യക്ഷനായ ICCക്ക് അനുകൂല നിലപാടല്ലെന്നാണ് റിപ്പോർട്ടുകൾ. ലോകകപ്പിന് 1 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഘട്ടത്തിൽ ഷെഡ്യൂൾ തിരുത്തുക എളുപ്പമല്ല. ഇംഗ്ലണ്ടും ഇറ്റലിയുമെല്ലാം ഉൾപ്പെടുന്ന C ഗ്രൂപ്പിലാണ് ബംഗ്ലാദേശ്. മത്സരക്രമം തിരുത്തിയാൽ അവരെയും ബാധിക്കും. അവസാന നിമിഷത്തിൽ യാത്രാ ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്തുന്നത് കാര്യങ്ങൾ സങ്കീർണമാക്കുമെന്നും ICC വ്യക്തമാക്കുന്നു. BCCയെയും ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിനെയും വിളിച്ചുവരുത്തി 2 ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ പരിഹാരമുണ്ടാക്കാനാണ് ICCയുടെ ശ്രമം. ആവശ്യമെങ്കിൽ സർക്കാരുകളെയും ഇടപെടുത്തും. അതേസമയം വേദി മാറ്റാനാവില്ലെന്ന നിലപാടിലാണ് BCCI. പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്നും ബംഗ്ലാദേശ് ടീമിന് കനത്ത സുരക്ഷ ഒരുക്കുമെന്നും BCCI ICCയെ അറിയിക്കും. സ്പോർട്സ് ഡെസ്ക് 24. തോപ്പിൽ ഭാസി പുരസ്കാരം 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർക്ക്. ദൃശ്യമാധ്യമ രംഗത്തെ സമഗ്ര സംഭാവന മുൻനിർത്തിയാണ് പുരസ്കാരം. 33,333 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. ഈ മാസം 16-ന് തോപ്പിൽ ഭാസി അനുസ്മരണ ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. പന്ന്യൻ രവീന്ദ്രൻ, K പ്രഭാകരൻ, ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് എന്നിവരടങ്ങിയ ജഡ്ജിംഗ് കമ്മിറ്റിയാണ് പുരസ്കാരം നിശ്ചയിച്ചത്. വാർത്തകൾ ജനങ്ങളിലെത്തിക്കാൻ സ്വീകരിക്കുന്ന പല മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രത്യേക രീതി മനുഷ്യ മനസ്സിനകത്ത് എത്തിക്കാൻ ശ്രീകണ്ഠൻ നായർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ കഴിവിനെ ഏറ്റവും പ്രധാനമായി നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് ഈ വർഷത്തെ ദൃശ്യ മാധ്യമ അവാർഡ് ശ്രീകണ്ഠൻ നായർക്ക് നൽകുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന വിവരം സന്തോഷത്തോടെ അറിയിക്കുന്നു.